ജൂലൈ 30 കേരളത്തിന് മറക്കാൻ കഴിയാത്ത രാത്രി. ദുരന്തത്തിൽ തൻ്റെ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട, തീർത്തും ഒറ്റപ്പെട്ടു പോയ നൗഫൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി തേങ്ങിക്കരഞ്ഞ മുണ്ടക്കൈയിലെ നൗഫലിനെ ഓർമ്മയില്ലേ? മാതാപിതാക്കളും ഭാര്യയും മക്കളുമടക്കം കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട നൗഫലെന്ന് നമുക്കെല്ലാവർക്കും ഒരു നോവായതാണ്. ഗൾഫിൽ നിന്ന് ദുരന്തഭൂമിയിൽ വന്നിരുന്ന് നൗഫലിനെ ആർക്കും മറക്കാൻ കഴിയില്ല. മേപ്പാടി ടൗണിൽ നൗഫൽ ഒരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലെ നടക്കുന്ന ഓർമ്മകൾ ചേർത്ത് ബേക്കറിക്ക് പേരിട്ടു ജൂലൈ 30. എൻ്റെ കടക്ക് ഇതല്ലാതെ മറ്റൊരു പേരും ചേരില്ല എന്നാണ് നൗഫൽ പറയുന്നത്. ഗൾഫിലെ ജോലിസ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തിപ്പോരണമെന്നേ ഭാര്യ സജ്നയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഇവിടെ ബേക്കറി തുടങ്ങാം, ഒരുമിച്ച് ജീവിക്കാമെന്നായിരുന്നു പറയാറ്. ഇപ്പോൾ ബേക്കറി ആയപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായി ഒഴുകുന്നു. മേപ്പാടി 900 കണ്ടി റോഡിലാണ് ജൂലൈ 30 റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്സ് കട തുറന്നതെറിഞ്ഞ് എത്തിയവരെ സ്വീകരിക്കുന്ന തിരക്കിലാണ് നൗഫൽ. കടക്കുള്ളിൽ കയറിയാൽ മാഞ്ഞു പോകാത്തൊരു മുണ്ടക്കൈ അങ്ങാടിയെയും കാണാം. ചായങ്ങൾ ചാലിച്ചു വരച്ച പച്ചവിരിച്ച പഴയ മുണ്ടക്കൈ, ഓർമ്മകളിൽ മാത്രമുള്ള മുണ്ടക്കൈ. നൗഫലിനെ മനസ്സ് തുറന്നു ചിരിക്കാൻ സാധിക്കുമോ? ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഇത്രയും ആഴത്തിൽ ദുഃഖമേറ്റ് വാങ്ങിയ ഒരു മനുഷ്യൻ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ദുരന്തത്തിൻ്റെ മുറിമുണങ്ങട്ടെ, ഉണക്കിയെടുക്കാൻ നമ്മൾക്കും പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ ടൂറിന് പോകുന്നവർ, മേപ്പാടി വഴി 900 കണ്ടിയിലേക്ക് പോകുന്നവർ നൗഫലിൻ്റെ ജൂലൈ 30 കയറണം. ചായ കുടിക്കണം, ആ മധുരമൊന്ന് നുണയണം. നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് പറയാതെ പറയണം. പ്രിയപ്പെട്ട നൗഫൽ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല, അതിജീവിക്കുക. ഓൾ ദി ബെസ്റ്റ്.